പൈ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പറവനെ കുറിച്ചാണ്. വിദ്യാസമ്പന്നരും അതുപോലെ അറിവില്ലായ്മക്കാരും മന്ദബുദ്ധിക്കാരും അതുപോലെ ഭരണാധികാരികൾ അതുപോലെ ഉന്നതരാണെന്ന് വിചാരിക്കുന്ന ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഇടയ്ക്കിടയ്ക്ക് ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുന്നത് നല്ലതായിരുന്നു. പറവനെ ആണ് ഈ കാണുന്നത്. പറവനെ കുറിച്ച് പറവന്റെ ഒരുപാട് കാര്യങ്ങൾ അയാൾ ഈജിപ്തിൽ ജീവിച്ചിരുന്നപ്പോൾ അറിയാനുണ്ട്. ഇന്നിപ്പോ ഈ പിറവന 3000 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്ത് ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരിയാണ് ഈ ഫറവൻ. ഫറവന്റെ ചരിത്രം ഒരുപാട് പേർക്കും അറിയാം. കാരണം 3000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഈ ഭരണാധികാരിയെ ഏകദേശം ചരിത്രങ്ങളിലെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരുപാട് കാര്യങ്ങളും അറിയാം. ഇന്ന് മമ്മി എന്നറിയപ്പെടുന്ന, അതായത് ഈജിപ്തിലെ കെയ്റോ എന്നറിയപ്പെടുന്ന ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ ഇദ്ദേഹത്തിന് ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. 3000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഈ പിറവൻ, അവനെക്കുറിച്ച് നമുക്ക് എല്ലാ മനുഷ്യനും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇദ്ദേഹം ഒരു നമ്മളെക്കാളും സാധാരണപ്പെട്ട ഒരു ജീവിതം നയിച്ച മനുഷ്യനാണ് ഈ പിറവൻ. കാരണം ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ഒരു ജോലി തേടി ഇദ്ദേഹം ഒരു സ്ഥലത്തേക്ക് വരുന്നു. അപ്പോഴത്തേക്ക് അവിടെ ഒരു സൈന്യത്തിന്റെ അന്ന് രാജ്യഭരണങ്ങളും രാജ്യത്തിന്റെ പല പല കോണുകളിലും പല പല രീതിയിലും ജീവിക്കുന്നവരെ കാണാം. അന്ന് അടിമകളായാണ് ജീവിച്ചിരുന്നത്. അങ്ങനെ ഈ അടിമയായ ഈ ഒരുവിധം പ്രായം തികയാത്ത പയ്യനായി അന്ന് ഈ ഒരു ഖബർ സൂക്ഷിപ്പുകാരനായി ഇദ്ദേഹത്തെ നിയമിച്ചു. അങ്ങനെ അത് സൂക്ഷിക്കുന്ന, ഖബർ ഇടങ്ങൾ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായി ഇദ്ദേഹം മാറി. ഈ പിറവൻ അന്ന് ചെറുപ്പകാലമാണ്. അങ്ങനെ പിറവന് ഈ മയ്യങ്ങൾ, അതായത് ശവശരീരങ്ങൾ അടക്കാൻ കൊണ്ടുവരുമ്പോഴത്തേക്ക്, അവിടെ ഖബർ ചെയ്യാൻ, അവിടെ സംസ്കരിക്കാൻ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇവൻ അന്നത്തെ ഒരേ റിയാൽ ഇങ്ങനെയൊക്കെ വെച്ച് വാങ്ങിക്കുമായിരുന്നു. അങ്ങനെ വാങ്ങിച്ച് ആ പൈസകൾ സ്വരുമിച്ച് എങ്ങനെയെങ്കിലും അത് നിന്നും ഈ പിറവൻ സൈന്യത്തിലേക്ക് എത്തപ്പെട്ടു. അത് പൈസ കൊടുത്ത് സൈന്യത്തിലേക്ക് പോയി. പിന്നെ ആ സൈന്യത്തിൽ നിന്നും കൊണ്ട് ഇതേ രീതിയിൽ തന്നെ തട്ടിപ്പും കള്ളങ്ങളും പ്രചരിപ്പിച്ച് ആ പണം കൊണ്ട് തന്നെ അതിൻ്റെ ഉയർന്ന പദവിയിലേക്ക് ഈ പിറവൻ വന്നെത്തി. പിന്നെ അവൻ ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി മാറി. പിന്നെ ഈ പിറവൻ വിചാരിക്കുന്നതും പറയുന്നതും എല്ലാം കേട്ട് ജനങ്ങളെ അടിമകളാക്കി തന്നെ മൊത്തവും ജനങ്ങളെ വെച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം അടിമകളാക്കി അദ്ദേഹം പറയുന്നത് തന്നെ കേട്ട് ജീവിക്കത്തക്ക ഒരു ചുറ്റുപാടിൽ ഈ ഈജിപ്ത്, അവിടുത്തെ ഈ രാജാവ് എത്തിച്ചേർന്നു. വന്ന വഴി മനുഷ്യൻ മറക്കാതിരിക്കുവാൻ വേണ്ടിയാണ്, ഇവൻ എങ്ങനെ എത്തിച്ചേർന്നു എന്നതറിയാൻ വേണ്ടിയാണ്. അങ്ങനെ ഇയാള് അവിടുത്തെ വലിയ ഭരണാധികാരിയായി മാറുകയും ദുഷ്ടപ്രവർത്തനങ്ങൾ തന്നെ ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ദുഷ്ടപ്രവൃത്തികൾ കൊണ്ട് ജീവിക്കാൻ തന്നെ കഴിയാത്ത രീതിയിലും ഒന്നും ചവിട്ടിയും ഇടിച്ചും വെട്ടിക്കൊന്നും അയാൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെ നടക്കുകയും വേണം.
അങ്ങനെ പിറവൻ വാണെടുത്തു. അങ്ങനെ ഇദ്ദേഹം എന്നിട്ട് വേറൊരു വാക്കുകൂടെ ഉപയോഗിച്ചിരുന്നു, ഞാനാണ് ദൈവമെന്ന്. അപ്പൊ മോഡി ഞാൻ ദൈവം എന്ന് പറഞ്ഞില്ല, പക്ഷെ ഞാൻ ദൈവത്തിന്റെ ഒരു അവതാരമാണെന്നാണ് മോഡി പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞ ആളാണ്. അപ്പൊ ഇവൻ ദൈവം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം അഹങ്കരിക്കുന്ന ഒരു മനുഷ്യന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ പറഞ്ഞു വരുന്നത്. അങ്ങനെ നിന്നെ വധിക്കുവാൻ വേണ്ടി നാം, കാരണം നീ ദൈവമല്ല, ദൈവത്തിന്റെ അറിയിപ്പിൽ നിന്നും അവിടെ നിന്ന് കിട്ടി, നീ ദൈവമല്ല, നീ സാധാരണപ്പെട്ട അവരെ പോലൊരു മനുഷ്യനാണ്. അതുകൊണ്ട് ഒരു ദൈവമുണ്ടെന്ന് നീ, ഏകനായ ഒരു ദൈവമുണ്ടെന്ന് അറിയിച്ചു കൊടുക്കാൻ പറഞ്ഞു. അല്ല, അപ്പൊ അവൻ കുറച്ചുകൂടി ധിക്കാരം പ്രവർത്തിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നിന്നെ വധിക്കുവാൻ വേണ്ടി ഒരു കുഞ്ഞിനെ നാം സൃഷ്ടിക്കുകയാണെന്ന് ഉടയൻ തമ്പുരാന്റെ ഇതിൽ നിന്നും വന്നിരുന്നു. അന്നത്തെ കാലത്ത് അങ്ങനെയാണെന്നല്ല. അങ്ങനെ പറയാൻ കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പിറവന് 25 അനേകം സ്ഥലങ്ങളിൽ ഈ പിറവന്റെ ചരിത്രങ്ങൾ ഖുർആനകത്ത് തന്നെ ഉണ്ട്. അങ്ങനെ ഇവനെ വധിക്കുവാൻ വേണ്ടി ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം അവൻ 70,000 കുഞ്ഞുങ്ങൾ, അന്ന് ഗർഭിണികളായ സ്ത്രീകളെയും അതുപോലെ കുട്ടികളെയും ഒട്ടും കൊല്ലുകയാണ് ചെയ്തത്. 70,000 കുഞ്ഞുങ്ങളെ കൊന്ന ഈ ദുഷ്ടൻ മതിച്ചു അങ്ങനെ വരുന്നത്. പക്ഷെ അവന്റെ മടിത്തട്ടിൽ തന്നെ സൃഷ്ടാവ് മൂസ എന്നറിയുന്ന ഒരു പ്രവാചകനെ വളർത്തി, അവന്റെ ഘാതകനായിട്ട്. അങ്ങനെ അതിനുശേഷം ഈ ചരിത്രം ഒരുപാട് നീട്ടിക്കൊണ്ടു പോകുന്നില്ല, ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകൾ വരും. ചരിത്രങ്ങൾ അനേകമാണ്, അത് അറിയുവാൻ വേണ്ടി മാത്രമാണ്. ഇന്നത്തെ ഭരണാധികാരികളും അല്ലാതെയുള്ള അഹങ്കരിച്ച് നടക്കുന്ന ഒരു വ്യക്തികൾക്കും വേണ്ടിയുള്ളൊരു പാഠമാണ് ഈ പിറവന്. അങ്ങനെ പിറവന് കടലിൽ മുക്കിക്കൊള്ളുകയും മൂസായെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് ഈ ഖുർആനിൽ കൂടി തന്നെ ഒരു ഉത്ബോധനോട് ജനങ്ങൾക്ക് നൽകി. ഇവന് ഖിയാമംകാലം വരെയും ഈ ലോകത്ത് തന്നെ അവന് വെച്ചിരിക്കും, ഭൂമിയിൽ തന്നെ വെച്ചിരിക്കും എന്നുള്ള ഒരു ഉത്ബോധനം കൂടി നൽകി. അതിനുശേഷം അങ്ങനെ ഇനി വരുന്ന ഭരണാധികാരികൾക്കും അതുപോലെ അഹങ്കരിക്കുന്ന മനുഷ്യനും ഒരു പാഠമായി അവനെ ഈ ലോകത്ത് തന്നെ വെച്ചിരിക്കുമെന്ന് ഖുർആൻ പറഞ്ഞു. അതിപ്പം മായ്ക്കാൻ ആരെക്കൊണ്ട് കഴിയില്ല, ഖുർആനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അവനെ 1000 വർഷങ്ങൾക്ക് പുറത്ത് ഇവനെ ഈ കടലിനകത്ത് തന്നെ ഇട്ടു. ഒരു മത്സ്യം പോലും ഇവന്റെ ദേഹത്ത് ഒത്തി ഉറുവേൽപ്പിക്കുകയോ മാംസം ഭക്ഷിക്കുകയോ ഒന്നും ചെയ്തില്ല. ആ കടലിനകത്തിട്ട് എന്നെ സൃഷ്ടിച്ചു. അങ്ങനെ അന്ത്യപ്രവാചകൻ വന്നു. അതിനുശേഷം അപ്പം അതിലാണ്, ആ ഖുർആനിലാണ് ഈ രേഖപ്പെടുത്തി അവനെ വെച്ചിരിക്കുമെന്നുള്ളത്. അന്നുള്ള ജീവിച്ചിരുന്നവർക്കൊന്നും സംശയങ്ങളില്ലായിരുന്നു. പിന്നെ കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇങ്ങനെ സംശയങ്ങൾ, ഇങ്ങനെ ഒരാളിനെ വെച്ചിട്ടുണ്ടല്ലോ, വെച്ചിരിക്കുമെന്ന് പറഞ്ഞിട്ട് എന്തേ കാണുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു തോന്നലൊക്കെ ഇങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഈജിപ്തിന്റെ കടലിൽ നൈൽ നദിയിൽ നിന്നും ഇവനെ പുറന്തള്ളുന്നത്. അങ്ങനെ അതിൽ നിന്ന് അങ്ങനെ എടുത്തുകൊണ്ടുവന്ന് ആ ശത്രുക്കളെ കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ അറിയപ്പെടുന്ന ഈജിപ്തിലെ ഈ മ്യൂസിയത്തിൽ അവനെ എപ്പോഴും വെച്ചിരിക്കുന്നത്. അവന് ഖിയാമംകാലം വരെ അത് ഉരുത്തവൃക്കും. പിന്നെ പല കാഴ്ചക്കാരും പല ആൾക്കാരും പറയും അത് ഒരു മരുന്നുകളൊക്കെ, ഇത് പിറവനെ വയ്ക്കാൻ മരുന്നിന്റെ ആവശ്യങ്ങളുണ്ട്. മറ്റുള്ളതെല്ലാം അവയവങ്ങളെല്ലാം, തലച്ചോറ്, മറ്റുള്ള അവയവങ്ങൾ, ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം എടുത്തതിന് ശേഷം കെമിക്കലുകൾ ഉപയോഗിച്ചാണ് മറ്റുള്ള ശവശരീരങ്ങൾ ഈ മ്യൂസിയത്തിൽ വെച്ചിരിക്കുന്നത്. അതുപോലെ പല പല കാര്യങ്ങളും ഈ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ പിറവന് ഇതൊന്നും ആവശ്യമില്ല. കാരണം അത് സൃഷ്ടാവ് തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഇവന് ഖിയാമംകാലം വരെ, അതായത് ലോകം അവസാനിക്കുന്ന കാലഘട്ടം വരെ ഇവനെ ഈ ലോകത്ത് നിന്ന് വെച്ചിരിക്കും. അതെന്തിനാണ്? ഇനി വരുന്ന ഭരണാധികാരികൾ അഹങ്കരിക്കുന്നവൻ, അവനെല്ലാം ഇതേ രീതിയിലല്ലെങ്കിലും അവനെല്ലാം ഇതൊരു പാഠമാക്കി ഈ ലോകത്ത്
അറിയിക്കാൻ വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം ചുരുക്കം പേർക്കെങ്കിലും 60% പേർക്കെങ്കിലും അറിയാം. എന്നാലും 40% പേർക്ക് അറിയാതെ മറന്നു പോകും. നമ്മൾ മറന്നു പോകും. ആ മറവിയെ ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. മനുഷ്യന് എപ്പോഴും മരണം ഓർക്കണം. ഒരു 20 തവണയെങ്കിലും ഒരു മനുഷ്യൻ കുറയാതെ മരണത്തെക്കുറിച്ച് ഓർക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലേ അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നിറവേറ്റിപ്പോകുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ മരണം നമ്മൾ കൊണ്ടുവന്ന കൂടുതൽ അഹങ്കാരങ്ങളിലേക്കൊന്നും പോകാറില്ല. അതുകൊണ്ടാണ് അത് പറയുക. അതുപോലെ ഇതും ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഇവൻ്റെ ഈ ചരിത്രം, ഈ ഫിറോവൻ്റെ ചരിത്രം. ഇന്നത്തെ വീഡിയോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിക്കുന്നു. ടൈം ഇന്ത്യ.